ഹലോ ഓൾ, വെൽക്കം ടു അഡ്രിനാലിൻ. ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത് അനാട്ടമിയിലെ അബ്ഡോമൻ ടോപ്പിക്കിലെ ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ടോപ്പിക്കാണ് പാൻക്രിയാസ്. പാൻക്രിയാസ് ഒരു ഹോൾ ടോപ്പിക്കായിട്ട് തന്നെ ഷോർട്ട് ടെസ്റ്റ് ചോദിച്ചിട്ടുണ്ട്. അല്ല, അതിൻ്റെ പാർട്ട്, ഡെവലപ്മെൻറ്റ്, അതൊക്കെയാണ് കുറച്ച് ഇമ്പോർട്ടൻറ്റ്. ഓക്കെ, പാൻക്രിയാസ് അതൊരു സോഫ്റ്റ് എലോങ്ങേറ്റഡ് മിക്സോക്രൈൻ ഗ്ലാൻഡ് ആണ്. അപ്പം മിക്സോക്രൈൻ എന്ന് പറയാൻ കാരണം എന്താ? അതിന് എൻഡോക്രൈൻ പാർട്ടും ഉണ്ട്, എക്സോക്രൈൻ പാർട്ടും ഉണ്ട്. എൻഡോക്രൈൻ പാർട്ട് ഹോർമോൺസ് പ്രൊഡ്യൂസ് ചെയ്യുന്നു, എക്സോക്രൈൻ ആണ് ഈ പാൻക്രിയാറ്റിക് ജ്യൂസ് ഒക്കെ റിലീസ് ചെയ്യുന്നത്. ഇനി ലൊക്കേഷൻ നോക്കുവാണെങ്കിൽ ഈ ഫിഗർ നമുക്ക് മനസ്സിലാവും. ഹെഡ് ഓഫ് ദ പാൻക്രിയാസ് വന്നിട്ട് L3 ഒരു ലോവർ ബോർഡറിലാണ് ഉള്ളത്. ബോഡി ഓഫ് ദ പാൻക്രിയാസോ L1 L2 ആ ഒരു റീജിയനിൽ വരും. എന്നുവെച്ചാൽ ട്രാൻസ്പൈലോറിക് പ്ലെയിൻ എന്നാണ് പറയുന്നത്. പിന്നെ ടെയിൽ വന്നിട്ട് T12 ഒരു ബോർഡറിൽ വരും. ഓക്കെ, അപ്പോൾ T12 L1 L2 L3 ആ ഒരു പെർട്ടിക്കുലർ ബോർഡറിൻ്റെ ലെവലിലായിട്ടാണ് നമ്മുടെ പാൻക്രിയാസ് ഉള്ളത്. നമ്മൾ റീജിയൻ വെച്ച് പറയുവാണെങ്കിൽ എപ്പിഗാസ്ട്രിക് റീജിയൻ, ലെഫ്റ്റ് ഹൈപ്പോകോണ്ടൽ റീജിയനിലൊക്കെയാണ് ഇതുള്ളത്. ഇതൊരു J ഷേപ്ഡ് ആയിട്ടുള്ളൊരു ഓർഗനാണ്. ദെൻ മെയിൻ ആയിട്ടുള്ള പാർട്സ് ഓഫ് പാൻക്രിയാസ് 4 പാർട്ടുണ്ട്: ഹെഡ്, നെക്ക്, ബോഡി, ടെയിൽ. ഓക്കെ, നമ്മൾ ഹെഡ് പറയുമ്പോൾ അതിൻ്റെ കൂടെ ഒരു അൺസിനേറ്റ് ഒരു പ്രോസസ്സ് ഉണ്ട്. ബോഡിക്കും അതുപോലൊരു പ്രോസസ്സുണ്ട്, ട്യൂബർ ഒമൻറ്റേല്. ഓക്കെ, ഇനി നമ്മൾ ഹെഡിനെ പറ്റി പറയുമ്പോൾ അതിന് 3 ബോർഡറുണ്ട്, 2 സർഫസ് ഉണ്ട്, പിന്നെ നമ്മൾ പറഞ്ഞ അൺസിനേറ്റ് പ്രോസസ്സ് ഉണ്ട്. 3 ബോർഡേഴ്സ് ഇതൊക്കെയാണ്: സുപ്പീരിയർ ബോർഡർ, ഇൻഫീരിയർ ബോർഡർ, റൈറ്റ് ലാറ്ററൽ ബോർഡർ. 2 സർഫസോ ആൻറ്റീരിയറും പോസ്റ്റീരിയർ സർഫസും. ഓക്കെ, ഇനി ഈ 3 ബോർഡേഴ്സിൻ്റെ റിലേഷൻ നമുക്ക് ഈ ഫിഗറിൽ നിന്ന് മനസ്സിലാവും. നമ്മുടെ പാൻക്രിയാസിൻ്റെ ഹെഡ് ഇരിക്കുന്ന കറക്റ്റ് C ഷേപ്ഡ് ഡിയോഡനത്തിൻ്റെ ഇടയ്ക്കായിട്ടാണല്ലോ. അപ്പം കണ്ടോ, അതിൻ്റെ കറക്റ്റ് സുപ്പീരിയർ ബോർഡർ വന്നിട്ട് ഫസ്റ്റ് പാർട്ട് ഓഫ് ഡിയോഡനത്തിന് റിലേറ്റ് ആയിട്ട്, ഇൻഫീരിയർ ബോർഡർ വന്നിട്ട് തേർഡ് പാർട്ട് ഓഫ് ഡിയോഡന റിലേറ്റ് ആയിട്ടും, അതുപോലെ റൈറ്റ് ലാറ്ററൽ ബോർഡർ വന്നിട്ട് സെക്കൻഡ് പാർട്ട് ഓഫ് ഡിയോഡന റിലേറ്റ് ആയിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ നമ്മൾ ബോർഡേഴ്സിൻ്റെ റിലേഷൻ പഠിച്ചു. ഇനി 2 സർഫസ്, ആൻറ്റീരിയർ സർഫസും പോസ്റ്റീരിയർ സർഫസും. കണ്ടോ, നമ്മുടെ ഹെഡ് ഓഫ് ദ പാൻക്രിയാസിൻ്റെ ആൻറ്റീരിയർ റിലേഷൻ വന്നിട്ട് ട്രാൻസ്വേഴ്സ് കോളൻ ഉണ്ട്, ട്രാൻസ്വേഴ്സ് മീസോൺ കോളൻ ഉണ്ട്, ജെജുനം വരുന്നുണ്ട്, സുപ്പീരിയർ മെസെൻട്രിക് വെസൽസ് വരുന്നുണ്ട്. അപ്പോൾ ഈ ഒരു ഫിഗർ നമ്മൾ പഠിക്കുകയാണെങ്കിൽ ഒരുപാട് എഴുതേണ്ട ആവശ്യമില്ല, നമുക്ക് ജസ്റ്റ് മാർക്ക് ചെയ്താൽ മതി. ഓക്കെ, അപ്പോൾ ഇതാണ് എൻ്റെ ആൻറ്റീരിയർ റിലേഷൻ. കണ്ടോ, അൻസിനേറ്റ് പ്രോസസ്സ് ഉണ്ട് ഇവിടെ ഉള്ളത്, ഹെഡിൻ്റെ ബാക്കിയായിട്ട് വരുന്നത്. ഈ അൻസിനേറ്റ് പ്രോസസ്സിൻ്റെ ആൻറ്റീരിയർ ആയിട്ടുള്ള റിലേഷനാണ് സുപ്പീരിയർ മെസെൻട്രിക് വെസൽസ്. ഓക്കെ, ഇനി പോസ്റ്റീരിയർ റിലേഷൻ. പോസ്റ്റീരിയറിൽ വന്നിട്ട് ബൈൽ ഡക്റ്റ് ഉണ്ട്, സ്പ്ലെനിക് വെയിൻ, സുപ്പീരിയർ മെസെൻട്രിക് വെയിൻ, ഇൻഫീരിയർ വെയിനൊക്കെ അതൊക്കെയാണ് ഹെഡ് ഓഫ് ദ പാൻക്രിയാസിൻ്റെ പോസ്റ്റീരിയർ റിലേഷൻ. ഓക്കെ, ഇനി നെക്കിന് ഇതുപോലെ ആൻറ്റീരിയർ സർഫസും പോസ്റ്റീരിയർ സർഫസും ഉണ്ട്, അപ്പർ ആൻഡ് ലോവർ ബോർഡറും വരുന്നുണ്ട്. നെക്കിൻ്റെ ആൻറ്റീരിയർലി പൈലോറസ് ആണ് റിലേറ്റ് ആയിട്ടുള്ളത്, പോസ്റ്റീരിയർലി പോർട്ടൽ വെയിൻ ഉണ്ട്. ഈ ഫിഗർ ഉണ്ടോ, നമ്മുടെ സുപ്പീരിയർ മെസെൻട്രിക് വെയിനും സ്പ്ലെനിക് വെയിനും കൂടി ചേർന്നിട്ട് പോർട്ടൽ വെയിൻ ആവുന്നില്ലേ, അത് നെക്ക് ഓഫ് ദ പാൻക്രിയാസിൻ്റെ പോസ്റ്റീരിയറിലാണ് ഉള്ളത്. ദെൻ ബോഡി നമ്മൾ നോക്കുമ്പോൾ 3 ബോർഡേഴ്സ് ഉണ്ട്: ആൻറ്റീരിയർ ബോർഡർ, സുപ്പീരിയർ ബോർഡർ, ഇൻഫീരിയർ ബോർഡർ. 3 സർഫസ് ഉണ്ട്: ആൻറ്റീരിയർ, പോസ്റ്റീരിയർ, ഇൻഫീരിയർ സർഫസ്. ഓക്കെ, പിന്നെ ഒരു പ്രോസസ്സ്, നമ്മൾ ഹെഡിലൊരു പ്രോസസ്സ് പറഞ്ഞില്ലേ, അൻസിനേറ്റ് പ്രോസസ്സ്. ഇവിടെ ഒരു പ്രോസസ്സാണ് ട്യൂബർ ഒമൻറ്റേല്. ഓക്കെ, അതെന്ന് പറയുന്നത് നമ്മുടെ ബോഡിയുടെ ഒരു പാർട്ടാണ്, ദറ്റ് പ്രൊജക്റ്റ് എബോവ് ദ ലെസർ കർവേച്ചർ. ഓക്കെ, ഇനി നമ്മൾ ആൻറ്റീരിയർ ബോർഡർ വന്നിട്ട് റൂട്ട് ഓഫ് ട്രാൻസ്വേഴ്സ് മീസൺ കോളനാണ്. ഈ ഒരു ഫിഗർ ഉണ്ടോ, ഫിഗറിൻ്റെ ആൻറ്റീരിയർലി, നമ്മുടെ ബോഡി ഓഫ് ദ പാൻക്രിയാസിൻ്റെ ആൻറ്റീരിയർലി എന്തുണ്ട്, റൂട്ട് ഓഫ് ട്രാൻസ്വേഴ്സ് മീസൺ കോളനുണ്ട്. ഇനി നമ്മൾ സുപ്പീരിയർലി ഉള്ള സുപ്പീരിയർ ബോർഡറും ഇൻഫീരിയർ ബോർഡറും പറയാൻ പോവാം. സുപ്പീരിയർലി എന്തൊക്കെയുണ്ട്, സീലിയാക് ട്രങ്ക്, ഹെപ്പാറ്റിക് ആർട്ടറി, സ്പ്ലെനിക് ആർട്ടറി ഒക്കെ. ഇൻഫീരിയർലി കണ്ടോ, സുപ്പീരിയർ മെസെൻട്രിക് വെസൽസ് ഒക്കെ വരുന്നുണ്ട്. ഓക്കെ, അപ്പോൾ നമ്മൾ ആൻറ്റീരിയർ ബോർഡർ പറഞ്ഞു, സുപ്പീരിയർ ആൻഡ് ഇൻഫീരിയർ ബോർഡറും പറഞ്ഞു. ഇനി ആൻറ്റീരിയർ സർഫസ് റിലേറ്റഡ് ടു ലെസർ സാക്കും സ്റ്റൊമക്കും. ഓക്കെ, നമ്മുടെ ബോഡി ഓഫ് ദ പാൻക്രിയാസിൻ്റെ ആൻറ്റീരിയർ സർഫസ് ലെസർ സാക്കും സ്റ്റൊമക്കാട് റിലേറ്റ് ആണ്. പോസ്റ്റീരിയർ സർഫസ് എന്തൊക്കെ റിലേറ്റഡ് ആണ്? പോസ്റ്റീരിയർ സർഫസിൻ്റെ പ്രത്യേകതയുണ്ട്, ഇറ്റ് ഈസ് ഡിവോയ്ഡ് ഓഫ് പെരിട്ടോണിയം. ഓക്കെ, ആൻഡ് ഇറ്റ് ഈസ് റിലേറ്റഡ് ടു അയോട്ട, പിന്നെ സുപ്പീരിയർ മെസെൻട്രിക് ആർട്ടറിയുടെ ഒറിജിൻ, ലെഫ്റ്റ് കിഡ്നി, ലെഫ്റ്റ് സുപ്രറിനൽ ഗ്ലാൻഡ്, അങ്ങനെയൊക്കെ വരും. ഫിഗർ ഉണ്ടോ, അയോട്ടയുണ്ട്, പിന്നെ ഒറിജിൻ ഓഫ് സുപ്പീരിയർ മെസെൻട്രിക് ആർട്ടറി, ലെഫ്റ്റ് സുപ്രറിനൽ ഗ്ലാൻഡ്, ലെഫ്റ്റ് കിഡ്നി, സ്പ്ലെനിക് വെയിൻ, അതൊക്കെ റിലേറ്റ് ആണ് നമ്മുടെ പോസ്റ്റീരിയർ സർഫസ്. അപ്പം ബോഡിയും കഴിഞ്ഞു. ഇനി ടെയിൽ ഓഫ് ദ പാൻക്രിയാസ്. ഈ ടെയിൽ നമുക്ക് കാണാൻ പറ്റുന്നത് നമ്മുടെ സ്പ്ലീനാണ്. സ്പ്ലീനിൽ നമ്മൾ പഠിച്ചിട്ടുണ്ട് കുറേ ഇംപ്രഷൻ ഉണ്ടല്ലേ, ഗ്യാസ്ട്രിക് ഇംപ്രഷനും കോളിക് ഇംപ്രഷനൊക്കെ. അപ്പം നമ്മുടെ പാൻക്രിയാസിൻ്റെ ടെയിലുള്ളത് ഈസ് ബിറ്റ്വീൻ ദ ഗ്യാസ്ട്രിക് ഇംപ്രഷൻ ആൻഡ് കോളിക് ഇംപ്രഷൻ. ഓക്കെ, അപ്പോൾ ഇത്രയുമാണ് പാർട്ട് ഓഫ് ദ പാൻക്രിയാസ്. എന്തൊക്കെയുണ്ട്, ഹെഡ് ഉണ്ട്, നെക്ക് ഉണ്ട്, അതുപോലെ ബോഡിയും ഉണ്ട്, ടെയിലും ഉണ്ട്. 4ൻ്റെയും റിലേഷൻ ഫിഗർ വെച്ചിട്ട് നമുക്ക് പഠിക്കാൻ പറ്റുന്നതേ ഉള്ളൂ. Okay, in a duct of the pancreas, usually there are 2 ducts, main ductum, accessory ductum.
വിച്ച് ഡ്രെയിൻ ദ എക്സോക്രൈൻ സെക്രീഷൻ ഇൻ ടു ഡിയോഡിനം. ഓക്കെ, അപ്പോൾ ഈ ഡക്റ്റിൻ്റെ ജോലി എന്ന് പറയുമ്പോൾ എന്താ? ദാറ്റ് ഡ്രെയിൻ ദ എക്സോക്രൈൻ സെക്രീഷൻ ഇൻ ടു ഡിയോഡിനം. ഇനി ഡെവലപ്മെൻറ്റ്. പാൻക്രിയാസിൻ്റെ ഡെവലപ്മെൻറ്റ് കുറച്ച് ഇമ്പോർട്ടൻ്റ് ആണ്. ഇപ്പോൾ എംബ്രിയോളജിയിൽ നിന്ന് ആ ഒരു ടോപ്പിക്കായിട്ട് ചോദിക്കാം, അല്ലെങ്കിൽ വൺ വേർഡ് ഒക്കെ ആയിട്ട് സ്ഥിരം ചോദിക്കുന്ന ഒരു ടോപ്പിക്കാണ്. അപ്പം ഡെവലപ്മെൻറ്റ്, ദ പാൻക്രിയാസ് ഡെവലപ്പ് ഫ്രം 2 സെപ്പറേറ്റ് ബഡ്സ്, വെൻട്രൽ പാൻക്രിയാറ്റിക് ബഡും ഡോർസൽ പാൻക്രിയാറ്റിക് ബഡും. ഓക്കെ, അപ്പോൾ 2 സെപ്പറേറ്റ് ബഡിൽ നിന്നാണ് പാൻക്രിയാസ് ഡെവലപ്പ് ചെയ്തേക്കുന്നത്. അതുകൊണ്ട് തന്നെ 2 ഡക്റ്റും ഉണ്ട്, നമ്മൾ പറഞ്ഞല്ലോ, മെയിൻ ഡക്റ്റും ആക്സസറി ഡക്റ്റും. ഇനി കുറച്ച് കൺജനറ്റൽ അനോമാലി. പിന്നെ അതിൽ എന്താ ഉള്ളത്? ആനുവൽ പാൻക്രിയാസും ഉണ്ട്, അതുപോലെ തന്നെ ആക്സസറി പാൻക്രിയാറ്റിക് ടിഷ്യൂ ഉണ്ട്. ഫസ്റ്റ് ഓഫ് ഓൾ ആനുലാർ പാൻക്രിയാസ്. ഈ ആനുലാർ പാൻക്രിയാസിൻ്റെ പ്രത്യേകത എന്താ? അതൊരു ഡെവലപ്മെൻറ്റ് അനോമലിയാണ്. അതെന്താ ഫോം ചെയ്യുന്നത്? ഒരു റിംഗ് ഓഫ് പാൻക്രിയാറ്റിക് ടിഷ്യൂ ഫോം ചെയ്യുന്നുണ്ട്. എവിടെ? ദറ്റ് എൻസർക്കിൾ ദ സെക്കൻഡ് പാർട്ട് ഓഫ് ഡിയോഡിനം. ഓക്കെ, അപ്പോൾ ആനുലാർ പാൻക്രിയാസ് ഇസ് എ റിംഗ് ഓഫ് പാൻക്രിയാറ്റിക് ടിഷ്യൂ ദറ്റ് എൻസർക്കിൾ ദ സെക്കൻഡ് പാർട്ട് ഓഫ് ഡിയോഡിനം. ആക്സസറി പാൻക്രിയാറ്റിക് ടിഷ്യൂ അത് എവിടെയൊക്കെ കാണുന്നത്? മെയിനായിട്ട് സ്റ്റൊമക്ക്, ഡിയോഡിനമാണ് മോസ്റ്റ് കോമൺ സൈറ്റ്, പിന്നെ സ്മോൾ ഇൻറ്റസ്റ്റൈനൊക്കെ. അപ്പം ആനുലാർ പാൻക്രിയാസും ആക്സസറി പാൻക്രിയാറ്റിക് ടിഷ്യൂ. പിന്നെ ആർട്ടീരിയൽ സപ്ലൈ. മെയിനായിട്ട് 3 ആർട്ടറി ഉണ്ട്: സ്പ്ലെനിക് ആർട്ടറി, സുപ്പീരിയർ പാൻക്രിയാറ്റിക്കോഡ്യൂവണൽ ആർട്ടറി, ഇൻഫീരിയർ പാൻക്രിയാറ്റിക്കോഡ്യൂവണൽ ആർട്ടറി. സ്പ്ലെനിക് ആർട്ടറി അതൊരു ബ്രാഞ്ച് ഓഫ് സീലിയാക് ട്രങ്ക് ആണ്. സുപ്പീരിയർ പാൻക്രിയാറ്റിക്കോഡ്യൂവണൽ ആർട്ടറിയോ ഇസ് എ ബ്രാഞ്ച് ഓഫ് ഗ്യാസ്ട്രോഡ്യൂവണൽ ആർട്ടറി. ഇൻഫീരിയർ പാൻക്രിയാറ്റിക്കോഡ്യൂവണൽ ആർട്ടറി എന്ന് പറയുമ്പോൾ ബ്രാഞ്ച് ഓഫ് സുപ്പീരിയർ മെസൻട്രിക് ആർട്ടറി. ഓക്കെ,